ഹേയ് ഗായ്സ്, ഇറ്റ്സ് ഡേ 2. അപ്പോൾ ഞങ്ങളിപ്പം രാമേശ്വരത്ത് നിന്ന് ഇറങ്ങി ഞങ്ങൾ ധനുഷ്കോടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് കാണാം. രാവിലെ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് കാണാം. എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒരു പൂരി, ഒരു ദോശ, ഒരു ഇഡലി, പിന്നെ സാദം, പിന്നെ ഇതെന്താണ് ഇടം എന്താണ് റൈസ് എന്താണ്? ഇത് ഇവിടുത്തെ റൈസാണ്. ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കറക്റ്റ് അറിയാത്ത പേരും പറയുന്നില്ല. ദാൽ കറിയില്ല ഓക്കെ ആയിട്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞങ്ങൾ വീണ്ടും രാമേശ്വരം അമ്പലത്തിലേക്ക് പോവുകയാണ്. നല്ല മഴയാണ്. അപ്പോൾ മഴയത്തൊന്നും കൂടെ അതൊന്നും തൊഴാൻ വേണ്ടി, തിരക്കുണ്ടെങ്കിൽ തൊഴിയല്ല, ജസ്റ്റ് പുറത്തുനിന്ന് മറ്റേ നേർച്ചിട്ട് പോരും. മഴ തിരക്കില്ലെങ്കിൽ ജസ്റ്റ് കയറി തൊഴും. ഇതിപ്പോൾ ഇവിടെ കാണുന്നതാണ് ലോകത്തിലെ അമ്പലങ്ങളിലെ ഏറ്റവും വലിയ കോറിഡോർ. അമ്പലങ്ങളിൽ ഏറ്റവും വലിയ കോറിഡോർ ഇവിടെ നിന്ന് അങ്ങ് അറ്റം ബാക്കിലേക്ക് അങ്ങ് അറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോറിഡോർ പോണത്. ഇപ്പോൾ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫുൾ മറ്റേ കൊത്തുപണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പണിച്ചേക്കുവാണ്. അപ്പോൾ ഈ അമ്പലം ഫുൾ മറ്റേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മുഴുവൻ കരിങ്കല്ലുകൊണ്ട് പണിഞ്ഞേക്കണ അമ്പലമാണ്. കരിങ്കല്ലും കൂടും അങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ട് പണിഞ്ഞേക്കണതാണ്. ഇത് ചുണ്ണാമ്പലല്ലടാ ഈ ഭാഗമൊക്കെ ചെയ്തേക്കണത്. അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പം മറ്റേ ഫുൾ ഇങ്ങനെ കൊത്തുപണിയും കാര്യമൊക്കെയാണ് ഇവിടെ ഒരു കോറിഡോർ കാണുന്നത്. ഈ കോറിഡോർ ഫുൾ അങ്ങനെയാണ്. കുറേ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുറേ ശില്പങ്ങളും കാര്യമൊക്കെ സൈഡ് വഴി പോകണതൊക്കെ കാണാം. ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വന്ന്. അപ്പോൾ ഇങ്ങനെ കോറിഡോർ പോണത്. ഈ ബാക്കിലേക്ക് കാണുന്നതാണ് കോറിഡോർ, അമ്പലത്തിൻ്റെ കോറിഡോർ. അപ്പം ഇത് ഫുൾ പണികളും കുത്തുപണികളും കാര്യങ്ങളും ചെയ്തേക്കാണ്. ഞാൻ പറഞ്ഞു, ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അമ്പലങ്ങളിലെ ഏറ്റവും നീളം കൂടിയ കോറിഡോർ. ഈ കാണുന്നത് ഈ രാമേശ്വരത്തെ ഈ അമ്പലത്തിലെയാണ് അമ്പലങ്ങളിൽ. അപ്പം ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ കയറുന്നില്ല, തൊഴുന്നില്ല. ഞങ്ങൾ ഇന്നലെ തൊഴുതായിരുന്നു. ഒന്ന് തൊഴുത് എല്ലാം സ്നാനമൊക്കെ കഴിഞ്ഞാണ്. അപ്പം ഇനി അമ്പലത്തിൽ കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് നേർച്ചിട്ട് തിരിച്ചു പോവാണ് അമ്പലത്തിൽ നിന്ന്. ഇങ്ങനെ തൊഴുതുകൊണ്ട് തന്നെ ഇനി അമ്പലത്തിലേക്ക് കയറുന്നില്ല. ഇന്നലെ നമ്മൾ കയറി തൊഴുതു. ഷൂലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ടോ കാണാനല്ലേ? അപ്പം ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ റൂമിൽ ചെല്ലുക. അത്യാവശ്യം മഴയും കാര്യമൊക്കെ ഉണ്ട്. മഴ ചാറുന്നുണ്ട്, അത്യാവശ്യം നല്ലൊക്കെ മഴ ചാറുന്നുണ്ട്. റൂമിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറുക. പിന്നെന്താണ്, നേരെ ധനുഷ്കോടിക്ക് വിടുക. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ധനുഷ്കോടി വിടുക. അവിടെ നിന്ന് നേരെ മധുരയ്ക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. മധുര അമ്മ കോവിൽ അത് നാളെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് പോകുന്നതിലേക്ക് നേരെ കയറി പോലെ അല്ലെങ്കിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അമ്പലത്തിൽ കയറി തൊഴുത്. അപ്പം മഴയായിട്ട് തന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് കയറി പോകുന്നത് റൂമിലേക്ക്. അത്യാവശ്യം നല്ല അമ്പലത്തിൽ നല്ല തിരക്കാണ്. ഇത് നേരെ പോയവരൊന്നുമല്ല, നല്ല ക്യൂ ഒക്കെ വേണം കയറാൻ വേണ്ടി. ഇന്നലെ ക്യൂ ഇല്ലായിരുന്നു അമ്പലത്തിൽ. പക്ഷെ ഇന്ന് ക്യൂ ഒക്കെ വേണം കയറാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ സുഖമായിട്ട് തൊഴുത്. പിന്നെ പോയി സ്നാനവും കാര്യമൊക്കെ ആദ്യം കടലിൽ പോയി സ്നാനം ചെയ്തു. പിന്നെ 22 തീർത്ഥങ്ങളാണ് അമ്പലത്തിനകത്തുള്ളത്. 22 തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് ഇന്നലെ എല്ലാ പരിപാടിയും കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ട വീഡിയോ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. പൂരി, ഇഡലി, പിന്നെ എന്താണ് ദോശ, പിന്നെ എന്തോ റൈസൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും അറിയാൻ പാടില്ല. പിന്നെ കേസരി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പപ്പായ കട്ടിങ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇത് ഡ്രിങ്ക് തന്നു. മീൻസ് നമ്മുടെ നാട്ടിലെ എന്താ പറയുക, ചുക്ക് കാപ്പി ഇല്ലേ, ചുക്ക് കാപ്പി. പക്ഷേ നല്ല തണുത്ത ഉറച്ച ചുക്ക് കാപ്പി പോലെ, ചൂടൊന്നുമില്ല, അതുകൊണ്ട് കുടിക്കാൻ തോന്നിയില്ല. പിന്നെ ഇനി എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ. അമ്പലത്തിൽ പോയി രാവിലെ നല്ല മഴയായിരുന്നു. ഇവിടെ ഫുള്ള് നല്ല മഴയായിരുന്നു. മഴ നനഞ്ഞ് വലിയ നല്ല അത്യാവശ്യം നനഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് അമ്പലത്തിൽ പോയി. എന്നിട്ട് നല്ല തിരക്കായിരുന്നു. അമ്പലത്തിൽ കയറാൻ പറ്റാത്ത തിരക്കായിരുന്നു. മീൻസ് ഞങ്ങളിപ്പോൾ നിൽക്കുവാണെങ്കിൽ ഒരു 1-1.5-2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ തന്നെ നിന്ന് വേണം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ന് തൊഴുതില്ല. ഞങ്ങൾ ഇന്നലെ തൊഴുതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നലെ സുഖമായിട്ട് തൊഴാൻ പറ്റി. അപ്പം അതുകൊണ്ട് തൊഴാൻ പോയില്ല. ജസ്റ്റ് ഞങ്ങൾ മുമ്പേ നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് വഞ്ചി കാണിക്ക ഇട്ടിട്ട് തിരിച്ചു പോകുന്നു. ഓട്ടോ വിളിച്ചിട്ട് റൂമിലേക്ക് പോകുന്നു. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യുവാണ്. ഞങ്ങൾ റൂമിൽ ചെക്കൗട്ട് ചെയ്യുവാണ്. ഇവിടെ ഞങ്ങൾ നേരെ പോകാൻ പോകണം ധനുഷ്കോടിക്കാണ്. ധനുഷ്കോടിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 20 മിനിറ്റ് ഉണ്ടെന്ന് ഞങ്ങൾ ഒരു ഓട്ടോ ചേട്ടൻ വെച്ചും പറഞ്ഞു. 20 മിനിറ്റ് 25 കിലോമീറ്റർ ഉണ്ട്, 20 മിനിറ്റ് ഉള്ളൂ. അപ്പം ഒറ്റ റൂട്ട് സെയിം. മീൻസ് ഒരു ഒറ്റ സെയിം മീൻസ് സ്ട്രെയിറ്റ് റോഡ്. അത് അറ്റത്തിൽ നമുക്ക് അതിന് മുന്നേ ആയിട്ട് മറ്റേ പ്രേതാനഗരം മീൻസ് ധനുഷ്കോടി സിറ്റിയെ കാണാം. അത് കഴിഞ്ഞാണ് നമ്മൾ അറ്റത്തേക്ക് പോകുന്നത്. ഇങ്ങനെ ചുമ്മാ പോയിട്ട് കണ്ടിട്ടേക്കും തിരിച്ചു പോരാം. ധനുഷ്കോടി കൂടെ കണ്ടിട്ട് പോയില്ലെങ്കിൽ നഷ്ടമല്ലേ. സോ അതുകൂടെ കാണാൻ പോകാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം. എന്നിട്ട് ആ ധനുഷ്കോടിയും കണ്ടു കഴിഞ്ഞ് നേരെ ഞങ്ങൾ മധുരയ്ക്ക് വിടുക, അമ്മൻ കോവിൽ കാണാൻ വേണ്ടി മധുരയ്ക്ക്. പിന്നെ അവിടെ ചെന്ന് റൂം ഒന്നും ആയിട്ടില്ല, റൂം അവിടെ ചെന്ന് എടുക്കുമായിരിക്കും.
അവിടെ ചെന്ന് റൂമൊക്കെ എടുത്ത് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇപ്പം 10:36 സമയം. ഇപ്പം റൂം ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ നേരെ ധനുഷ്കോടിക്ക് പോകാൻ പോകണം. അപ്പം ശരി എന്നാൽ. നല്ല മഴയാണ്. വണ്ടി കിടപ്പുണ്ട്. ഒന്ന് കുളിച്ചിട്ടുണ്ട് ഞാൻ. ഒരു ദിവസം പുറത്ത് കിടന്ന് കുളിച്ച് കുട്ടപ്പനായി കാണും. അത്യാവശ്യം കുട്ടപ്പനായിട്ടുണ്ട്. ബാ. അപ്പോൾ ഞങ്ങളിപ്പം ധനുഷ്കോടി ധനുഷ്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധനുഷ്കോടി ഒരു അമ്പലം കഴിഞ്ഞ് ഇപ്പം ഇവിടുന്ന് ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോഴത്തേന് നമ്മളങ്ങ് അറ്റം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് അറ്റത്ത് പോവാണ്. ഇന്ത്യയുടെ കുറച്ച് മാറിയിരിക്കുന്ന കുറച്ച് അറ്റത്തേക്ക്, ബേ ഓഫ് ബംഗാൾ ലാസ്റ്റ് പോയിന്റ്. ഈ റോഡ് അവസാനത്തെ റോഡ് പോയിന്റ് ആണെന്നാണ് പറയണത്. അപ്പൊ അങ്ങോട്ട് പോകണത് ഒരു സ്ട്രൈറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ട്രൈറ്റ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വളമൊക്കെ ഉണ്ടാവും. ഇതിന് അങ്ങനെയൊന്നുമില്ല. അത് ഒറ്റ റൂട്ട് അങ്ങ് പോവാണ്. ഇതുമ്പോഴത്തേന് സൈഡ് രണ്ടും കടലാണ്. രണ്ട് ഭാഗം ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ധനുഷ്കോടി ബീച്ച് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബീച്ച് സൈഡ് വഴി ബീച്ചൊക്കെ പോവാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യാം. അവിടെ ബാക്കിൽ പൈൻ മരങ്ങളൊക്കെ നട്ടുപിടിച്ച ബീച്ചൊക്കെ ഉണ്ട്, നല്ല രസം കാണാൻ. അപ്പം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ധനുഷ്കോടി ബീച്ച് ആ ഭാഗത്തേക്ക് പോകണം, ആ വ്യൂ പോയിന്റിലേക്ക് പോകണം. ഇപ്പൊ എത്തും, അവിടെ എത്താറായി. ധനുഷ്കോടി പോയിന്റ് ഒറ്റ റൂട്ട്, സ്ട്രെയിറ്റ് ഒറ്റ റൂട്ട് ഇതാണ്. ഇവിടെ നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും. ഇവിടെ സൈഡ് രണ്ടും ബീച്ചാണ്, അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ധനുഷ്കോടി ഇവിടെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും ബീച്ചൊക്കെ ആയിട്ട്. ധനുഷ്കോടി ഇവിടെ നിന്ന് പോയിന്റ് ഒരു 100 മീറ്ററും കൂടെ. കറക്റ്റ് എത്തി നമ്മൾ ധനുഷ്കോടി എത്തി. റെയിൽവേ സ്റ്റേഷൻ. ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് ഇവൻ പറയണത്. പഴയ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചർച്ച എന്നാ ഇടിഞ്ഞു പൊളിഞ്ഞ 1950 സംതിങ്ങിൽ ഇവിടെ ഒരു സൈക്ലോൺ അടിച്ചു. ആ സമയത്ത് ഇവിടെ കുറെ പേര് മരണപ്പെട്ടു എന്നാണ് പറയണത്. അങ്ങനെയാണ് ഇത് പ്രേത നഗരമായി മാറിയത്. ഇപ്പൊ ഇവിടെ താമസക്കാരും ഇല്ലെന്നാണ്. ഇപ്പൊ ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്, പക്ഷെ താമസക്കാരും ഇവിടെ ഇല്ല. അപ്പൊ ലൈറ്റ് ഹൗസ് കാണാം. രണ്ട് ഭാഗത്തേക്കും കടലാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഒരു പോയിന്റുകൾ വണ്ടി പിടിച്ച് പോകണ കാണാൻ നല്ല രസമാണ്. നമുക്ക് കാരണം ഒരു വേറൊരു ഫീലാണ്. വേറൊരു സൈഡ് മയിലൊക്കെ ഉണ്ടെന്ന്. എന്റെ സൈഡിൽ മയിലുണ്ട്. ഇപ്പം കുറെ കാക്കയൊക്കെ പറക്കുന്നത് കാണാം. കാക്കയാണോ അത്? കാക്കയൊക്കെ പറക്കുന്ന കാണാം. കുറെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ബീച്ച് ഇറങ്ങാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല. കാരണം ഇത് ശാന്തമായ കടലാണ്. ബേ ഓഫ് ബംഗാൾ ഈ കടലിൽ ശാന്തമാണ്. വേറെ വലിയ ഒച്ചപ്പാടും വലിയ തിരയും കാര്യമൊന്നുമില്ല. ജസ്റ്റ് ശാന്തമായ ബീച്ച്. അതുകൊണ്ട് നല്ല രസത്തിൽ കാണാൻ. പക്ഷെ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് തിരയും കാര്യമൊക്കെയാണ്. അതനുസരിച്ച് നോക്കുമ്പോൾ ഇത് ബീച്ചായി കൺസിഡർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ബീച്ചാണ്. ഓക്കെ. അപ്പം ധനുഷ്കോടി ആ ഒരു നഗരം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും അറ്റത്തെ പോയിന്റിലേക്ക് പോവാണ്. ധനുഷ്കോടി ആ പോയിന്റിലേക്ക് ഈ ഒരു ഫുൾ കിലോമീറ്റർ കൂട്ടിയാണോ 21 കിലോമീറ്റർ 25 കിലോമീറ്റർ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഇവിടെ നിന്ന്. ഞങ്ങളിപ്പം ഇവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് 20 കിലോമീറ്റർ കഴിഞ്ഞിപ്പോൾ ഇതുവരെ 20 കിലോമീറ്റർ ഓടിച്ച്. അപ്പൊ 22 കിലോമീറ്ററിലും ഉണ്ടാവും എനിക്ക് ആ പോയിന്റിലേക്ക്. ആ പോയിന്റ് എത്താറെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ധനുഷ്കോടി വന്നിരിക്കുകയാണ്. ധനുഷ്കോടി ആ പോയിന്റ് വന്നിരിക്കുകയാണ്. അത് അവിടെയാണ് ആ പോയിന്റ്. അവിടെ വരെയും പോയില്ല. ഇന്ന് നല്ല റഷാണ്, നല്ല തിരക്കാണ് ഈ ഭാഗത്ത്. അപ്പൊ വണ്ടി കിട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ പോയില്ല. ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങിയേക്കുവാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ 2 കടലാണ്. ഇവിടെ ഈ 2 പോയിന്റ് 2 കടലാണ്. ഇവിടെ നല്ല തിരയൊക്കെ വരുന്ന നല്ല ശുഭിതനായ കടലും അവിടെ നല്ല ശാന്തമായ കടലും ആ ഭാഗത്ത് കാണുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ശാന്തനാണെന്ന രീതിയിലുള്ള കടലും ഇപ്പൊ കാണാൻ പറ്റും. നല്ല തിരക്കാണ്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഈ ക്ലൈമറ്റ് അടിപൊളിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിന് കളർ ചേഞ്ച് കാണാൻ പറ്റും. നല്ല നീല കളർ. മറ്റേ എവിടെയാ പറയാ, മറ്റേ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തെ വെള്ളങ്ങളൊക്കെ ഇല്ലേ, എന്താ പറയാ, പുറത്തെ കടല്, പുറം രാജ്യങ്ങളിലെ കടലൊക്കെ പോയാൽ നീല കളറുള്ള വെള്ളം. പക്ഷെ അങ്ങ് അറ്റത്ത് നിൽക്കുവാണെങ്കിൽ മത്സ്യ ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ചെന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചെറിയൊരു കളർ മഡ് ആണെങ്കിൽ കളറും. അവിടെ മറ്റേ ആഴമില്ലെന്ന് തോന്നുന്നു. കാരണം ചില ഭാഗത്ത് ആഴമില്ല, ചില ഭാഗത്ത് ആഴമുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗത്ത് പോണത്.
ഇത്ര നല്ലൊരു കടലുണ്ടായിട്ടും ഒരു ബീച്ച് ഉണ്ടായിട്ടും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു മുഴുവൻ ചപ്പും ചവറും കാര്യമൊക്കെ ആയിട്ട് ഇത്ര നല്ല കടലിൽ ഇത്ര ആൾക്കാർ എവിടെ വരുന്നോ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് കൊണ്ടു നടക്കാവുന്നൊരു ബീച്ചാണ്. നമുക്ക് അഹങ്കാരത്തോടെ പറയാൻ പറ്റിയ ബീച്ചാണ്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇത് കൊണ്ടു നടക്കില്ല. അതങ്ങനെ നമുക്ക് മുഴുവൻ സ്നാഗിയും പാമ്പേഴ്സും എല്ലാം കൂടെ ഇങ്ങനെ പിന്നെ എന്താണ് ചെരുപ്പും കാര്യം ഇങ്ങനെ വിതറി ഇട്ടേക്കുവാ. ഇവിടെ ഒരു വൃത്തിയില്ല. വൻ കഷ്ടമാണ്. കൈക്കാരെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും അറ്റത്തെ ഇങ്ങേ അറ്റത്തെ പോയിന്റ്. ഇതിനപ്പുറത്തേക്ക് റോഡില്ല, ഇതിനപ്പുറത്തേക്ക് ഇന്ത്യ ഇല്ല. ഇനി അറ്റത്തേക്ക് പോകണം ഇന്ത്യയുടെ. ഇവിടുന്ന് അങ്ങോട്ട് ലങ്കയിലേക്ക് രാമൻ പാലം. അതിനൊരു കല്ലുണ്ട് കേട്ടോ. ആ കല്ലെന്ന് പറയുമ്പോഴത്തേന് വെള്ളത്തിൽ മുങ്ങി കിടക്കില്ല. അതൊരു കോറലാണെന്ന് എനിക്കറിയാൻ പാടില്ല എന്ത് കല്ലാണ്. പക്ഷെ അത് വെള്ളത്തിൽ മുങ്ങി കിടക്കില്ല. അത് ഇവിടെ ഏതൊരു അമ്പലത്തിലുണ്ട്. ഇവിടെയാണോ? ഒരു അമ്പലത്തിൽ ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. വെള്ളത്തിൽ മുങ്ങി കിടക്കില്ല, മീൻസ് മുങ്ങിയാലും പൊങ്ങി വരും ആ ഒരു കല്ല്. അത് വെച്ചാണ് ഉണ്ടാക്കിയതാണ് വിശ്വാസം, ഐതിഹ്യം. ഞങ്ങളിവിടെ നിൽക്കുവാണ്. ഈ പോയിന്റ് ആണ് ഇവിടെ. റൗണ്ട് പോയിന്റ്, റൗണ്ട് അബൌട്ട് പോയിന്റ് ആണ്. റൗണ്ട് ചെയ്ത് ആ ഒരു തിരിച്ചു വന്ന ആ വഴിയും പോവുകയാണ്. ഇവിടെ നിന്ന് ഇവിടെ പോലീസുകാരും കാര്യം കണ്ടു. നല്ല തിരക്കാണ്. ഇന്ന് ഈ ദിവസം നല്ല തിരക്കാണ് ഇവിടെ. എന്നും ഇവിടെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ബട്ട് ഇന്ന് നല്ല തിരക്കാണ്. നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ടത്തിന് വെയിലില്ല പക്ഷെ വെട്ടമുണ്ട്. വെയിലില്ല പക്ഷെ വെട്ടമുണ്ട്. പക്ഷെ ചൂടില്ല, മഴയും ഉണ്ട്. വലിയ മഴയാണെന്ന് വെച്ചാൽ വലിയ മഴയും ഇല്ല. അങ്ങനെ ഒരു കാലാവസ്ഥ. നല്ല രസമുള്ള കാലാവസ്ഥ. ഭയങ്കര രസമാണ്. അടിപൊളിയാ. ഞങ്ങളിനി വേറെ അങ്ങോട്ടെങ്കിലും പോയാലോ? ഇപ്പം കുറച്ചും കൂടെ നിന്നിട്ട് ഞങ്ങൾ പോവാം. തിരിച്ച് ഞങ്ങൾ വന്ന വഴി തന്നെ പോവാം. ഇപ്പം ഞങ്ങളിപ്പം രാമേശ്വരത്തിലെ പ്രേരണനഗരം എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയിലാണ്. ധനുഷ്കോടി പണ്ടൊരു നഗരമായിരുന്നു. അത് പിന്നെ പല കാരണങ്ങളിൽ ഒരു സൈക്ലോൺ, ഒരു ചുഴലിക്കാറ്റൊക്കെ വന്ന് 1950 സംതിങ്ങിൽ നശിച്ചു പോയി. ഇവിടെ അങ്ങനെ അപ്പോൾ റെസിഡൻ്റ് ആൾക്കാർ താമസമൊന്നുമില്ല. പണിക്കാരും മീൻസ് കച്ചവടക്കാരും ഉണ്ട്. ഇതാണ് അവിടുത്തെ പള്ളി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഫുള്ള് മറ്റേ ഒരു നടക്കാൻ പാകത്തിന് ഒരു ബ്രിഡ്ജ് പോലെ, റാമ്പ് പോലെ ഉണ്ടാക്കി വെച്ച് തൊടിയിക്കണമെന്നില്ലെന്ന് തോന്നുന്നു. പള്ളിയും കാര്യത്തിനൊക്കെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കും തോന്നുന്നു. ഇപ്പം പണിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല ഇതുവരെ. എന്നാലും ആൾക്കാർ കയറി നടക്കുന്നുണ്ട് ഇതുവഴി. ഇതാണ് ഒരു പള്ളിയാണ്, പണ്ടത്തെ പള്ളി. അപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇവിടെ ധനുഷ്കോടി വരുമ്പോഴത്തേന് ഇറങ്ങുന്ന സ്പോട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങിയത് പള്ളി. നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം. അവിടെ തിരയടിക്കുന്ന ഒച്ച അതുപോലെയാണ്. നല്ല കാറ്റും കാര്യമൊക്കെ ഉണ്ട്. ഇതാണ് ആ പള്ളി, ധനുഷ്കോടിയിലെ പള്ളി. പിന്നെ ഇവിടെ അങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേന് അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ നിന്നെല്ലാം കയറുന്നുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ഹൗസ് തുറന്ന് കാണാം. അവിടെ ലൈറ്റ് ഹൗസും കാണാം. അപ്പോൾ പോയേക്കാം. ഇതിവിടെ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണെന്നാണ് പറയുന്നത്. ധനുഷ്കോടിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ അവിടെ ഇത് വെച്ചിട്ടുണ്ട്. ബിഫോർ 1964 അങ്ങനെ കൊണ്ടാണോ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ധനുഷ്കോടി എന്ന് പറഞ്ഞ നഗരത്തിലെ. പക്ഷെ ഇങ്ങോട്ട് റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നോ? നീ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? ഇവിടെ ബോർഡ് ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവനാ പറഞ്ഞത് ബോർഡ് ഇവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡൊന്ന് നോക്കട്ടെ. അവന് വായിക്കാനാ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ എടാ, ഇത് റെയിൽവേ സ്റ്റേഷൻ ആണോ ഉദ്ദേശിച്ചത്? പിന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കില്ല, ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും. റെയിൽവേ സ്റ്റേഷൻ ആ വഴി അങ്ങോട്ടെല്ലാം ഉണ്ടാവുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. അറിയാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇത് കൊത്തണ്ട രാമ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്ക്, അമ്പലത്തിലേക്കാണ്. അവിടുത്തെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്, എൻ്റെ വിശ്വാസം എനിക്ക് അവിടെ ഉണ്ടെന്നാണ് ഇത് തോന്നുന്നത്. അവിടെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രാമൻ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി, സീതാദേവിനെ രക്ഷിക്കാൻ വേണ്ടി ലങ്കയിലേക്ക് പോകാൻ വേണ്ടി നിർമ്മിച്ച പാലം ഉണ്ടാക്കിയ കല്ല് അവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ കാണാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പം ഈ ഇപ്പം കണ്ട അമ്പലമില്ലേ, അത് കൊത്തണ്ട ശ്രീരാമ ടെമ്പിൾ. ഇവിടെ രാമനാണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠ എന്ന് തോന്നുന്നു. ഞങ്ങളത് കയറില്ല, കാരണം വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഇനി കയറാൻ പറ്റിയില്ല.
അവിടുത്തെ എന്തായാലും ഞങ്ങൾ മധുരയ്ക്ക് പോവാണ്. അപ്പം അവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനിഗ്രഹത്തിന് ശേഷം രാജ്യം ഇപ്പം രാമന്റെ കയ്യില. എന്നിട്ട് രാമൻ വിഭീഷണൻ അവിടെ പട്ടാഭിഷേകം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടതിൽ അവിടെയാണ് ആ രാമൻ മറ്റേ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിച്ച ആ ഇതില്ലേ ബ്രിഡ്ജ്, ഈ കൽപ്പാലം ഉണ്ടാക്കിയ കല്ല് അവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. എനിക്കറിയത്തില്ല. സോ ഇതാണ് കാര്യം. ഭയങ്കരമായില്ല ഫോൺ ഇട്ടിട്ട് പോലും എൻ്റെ മോന്. ഞങ്ങളിപ്പം പാമ്പൻ പാലത്തിലാണ്. പാമ്പൻ പാലത്തിൽ ഇവിടെ കുറെ മത്സ്യബന്ധന ബോട്ടുകൾ നിർത്തിട്ട് കാണാം. നല്ല രസമുണ്ട്. നല്ല നീല കളർ വെള്ളം. നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടാ കേട്ടോ, എന്തൊക്കെ കിടക്കണ നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു വ്യൂ കാണാൻ അടിപൊളിയാണ്. ഭയങ്കര ഹൈറ്റാണ്. നമുക്ക് ആ ഒരു ഇത് വ്യത്യാസം മനസ്സിലാവും. ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും. നമുക്ക് പേടി പോലെയോ. രണ്ട് കളർ ഇവിടെ നിന്ന് നീലയും അവിടെ വെച്ചും കൂടെ ഡാർക്ക് ബ്ലൂ അല്ലേ. ഇവിടെ ഭയങ്കര ലൈറ്റ് ബ്ലൂവും അവിടെ കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള കളറും കൂടെയാണ്. ഞാൻ അപ്പുറത്തോട്ട് കാണിക്കാം. വെയിറ്റ് ചെയ്യേ. അപ്പോൾ കുറേ പേര് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിർത്തുക. സെയിം ഇവിടെ നീല കളർ തന്നെയാട്ടോ. അവിടെ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ്. ഇതാണ് പാമ്പൻ പാലം. പഴയ പാലത്തിൽ കാണാം. പിന്നെ ഉണ്ടാക്കി വെച്ചേക്കണത് ആ സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച കാണാം. അത് പഴയ പാലം. അതായത് പുതിയ പാലം ഉണ്ടാക്കിയാണ് കാണുന്നത്. അപ്പം പുതിയ പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ട് തീർത്തിട്ടില്ല. പണി ആകുകൊണ്ടിരിക്കുകയാണ് കുറേ. നല്ല രസമുണ്ട് കാണാൻ. പഴയ പാലം ഏതാടാ? അടുത്ത നടുക്കൂടെ പോകാനുണ്ടല്ലേ. കൊള്ളാം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു ഹോട്ടൽ ആര്യാസ് ഫുഡ്, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറിയിട്ടാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ പ്ലേറ്റ്. അപ്പം ഇതാണ് പ്ലേറ്റ്. നമുക്ക് എന്തൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാൻ പാടില്ല. ഈ തോരനും കാര്യവും മോരും അതൊക്കെ എന്തൊക്കെയുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പം ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു. 2:30 ഇപ്പം ഞങ്ങളിപ്പം ഫുഡ് കഴിച്ചത്. 2:30 ഫുഡ് കഴിച്ചത്. അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ നാളായി ഞങ്ങൾ നോയമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ, അമ്പലത്തിൽ നോയമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് ഇപ്പം മീൻ ഇറച്ചൊന്നും കൂട്ടാൻ പറ്റിയില്ല. അതോടുകൂടി പിന്നെ ഇതും മീൻസ് അമ്പലത്തിൽ പോലെ ഇപ്പം നീങ്ങി യാത്ര ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമുക്ക് കിട്ടിയ ചോറും കാര്യമൊന്നും കിട്ടിയില്ല. ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് ഞങ്ങൾ അവിടെ കയറി മീൽസ് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച് മീൽസ് ഇപ്പം അരിയാഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തിനും കഴിക്കാം. എന്നാലും ഞങ്ങൾ വലിയ ഒന്നും പ്രതീക്ഷിച്ചല്ലേ കയറിയത്. എന്തെങ്കിലും ഒരു മടുപ്പായിരിക്കും എന്ന് വിചാരിച്ച് കഴിച്ചതും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ 3 പ്രാവശ്യം ഫുഡ് കഴിച്ചു മീൻസ് ചോറ് കഴിച്ചു, മീൽസ് കഴിച്ചു. സാപ്പാട് പക്ഷെ നല്ല കറിയൊക്കെ ആയിരുന്നു. എല്ലാ കറിയും നല്ലതായിരുന്നു. അതിനകത്ത് നമുക്ക് സാമ്പാർ, രസം, പിന്നെ പച്ചമോര്, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ വേറെ എന്തൊക്കെയോ 3-4 കറികളുണ്ടായിരുന്നു. പിന്നെ പായസം കൂടെ. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ മധുര എത്താറായി. ഇപ്പോൾ മധുരയോടൊരു 5 കിലോമീറ്റർ താഴെയുള്ളൂ ഞങ്ങൾ പോണ സ്ഥലത്തേക്ക്. മീൻസ് ഞങ്ങളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മധുരൈ മീനാക്ഷി അമ്മൻ കോവിലേക്കാണ്. അപ്പോൾ ഇന്നൊരു സോളോ സ്റ്റേ അടിച്ച് ചിലപ്പോൾ ഇന്നലെ കയറും, അല്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ടാവുള്ളൂ. അതറിയാൻ പാടില്ല. അപ്പം പോകുന്ന പോലെ ഇരിക്കും. അപ്പം എന്തായാലും ബാക്കി കാണാം. ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ട്രിപ്പും പിന്നെ മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഒരു ഹൈലൈറ്റ്സും കാര്യമൊക്കെ ആയിരിക്കും. ഇവിടെ നമ്മൾ അമ്പലം, ഇവിടെ തന്നെ വ്യൂ കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ വ്യൂ ഇപ്പോൾ കാണാൻ പറ്റും. ഇതാ കാണുന്നതാണ് അമ്പലം. ഇത് തന്നെയാണ് അമ്പലം എന്ന് പറയുന്ന വിശ്വാസം. ഗോപുരം. കറക്റ്റ് പാട്ട്. ഞങ്ങളിപ്പോൾ മധുരയ്ക്ക് വന്നിരിക്കണം. മധുരയ്ക്ക് വന്ന് ഇവിടെ മീനാക്ഷി അമ്മൻ കോവിൽ ഞങ്ങൾ റൂമിലേക്ക് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഇപ്പം മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോവാണ്. മീനാക്ഷി അമ്മൻ കോവിലിൽ 3 ഗോപുരം ഉണ്ടെന്നാണ് ഞങ്ങൾ ചോദിച്ചു പറഞ്ഞത്. 3 ഗോപുരം തൊഴുതിട്ട് 1 മണിക്കൂറോളം ടൈം എടുക്കും. പിന്നെ പ്രൊസീജിയർ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ ചുമ്മാ വന്നതാണ്. അപ്പം എന്തായാലും ചുമ്മാ കയറുന്നു. അപ്പം അറിയാൻ പാടില്ല. ഗോപുരം നോക്കിയിട്ട് പറയാം.
വാച്ച് എവിടെയാണ് സ്റ്റാർഡാ നല്ല ലുക്കാണ്. വാച്ച് എവിടെയായിരുന്നു സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ അമ്മൻ കോവിലിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗോപുരം ഒരു 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 കെട്ട് പോലെ 4 കെട്ട് പോലെയാണ് ഒരു ഗോപുരം പണിഞ്ഞേക്കണത്. അപ്പോൾ അതിലേക്ക് കയറുവാണ്. അപ്പം ഞങ്ങൾ വന്ന് അമ്മൻ കോവിൽ കയറി, മധുരമീനാക്ഷി അമ്മൻ കോവിൽ കയറി തൊഴുത് കഴിഞ്ഞു. അവിടെ മൊബൈലും ഒന്നും അലൗഡല്ല. മൊബൈലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ലോക്കർ വെച്ച് വേണം പോകാൻ വേണ്ടി. ചെരുപ്പാണെങ്കിൽ ഇവിടെ വെക്കാൻ ലോക്കർ ഒരു സ്ഥലമുണ്ട്, അതിന് പുറത്തുകൊണ്ട് ഇടാം, അത് നമ്മുടെ ഇഷ്ടം. അപ്പം ഞങ്ങൾ മൊബൈലും ചെരുപ്പും കൂടെ ലോക്കർ വെച്ചിട്ട് ചെരുപ്പൊക്കെ ഒന്ന് ഫ്രീ ആണ്. ചെരുപ്പ് ലോക്കറിൽ നമുക്കൊന്ന് ഫ്രീ ആണ്. പക്ഷേ മൊബൈൽ ഒരു 5 രൂപ വേണം പേ ചെയ്യണം. 5 രൂപ ഒരു ഫോണിന് 5 രൂപ വെച്ച് പേ ചെയ്യണം. അങ്ങനെ നമുക്ക് ലോക്കർ വെച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടിക്കറ്റ് ഉണ്ട്, ഓരോ ലൈൻസായിട്ട്. 100 രൂപ, പിന്നെ ഫ്രീ എൻട്രി, പിന്നെ 50 രൂപ, പിന്നെ 100 രൂപ. 50 രൂപ ഒരു സ്വാമീനെ തൊഴാൻ വേണ്ടിയാണ്, ഒരാളെ തൊഴാൻ വേണ്ടിയാണ് 50 രൂപ. 2 പേരുണ്ട് അതിനെ. അപ്പം അമ്മയുണ്ട് സ്വാമിയുണ്ട്, 2 പേരും തൊഴാൻ വേണ്ടി 100 രൂപ. അപ്പം ഞങ്ങൾ ആ 100 രൂപയുടെ ടിക്കറ്റ് എടുത്താണ് കയറുന്നത്. ഞങ്ങളിങ്ങനെ കയറി കഴിയുമ്പോഴത്തേന് മീൻസ് ലൈൻ നിൽക്കുന്ന വേറെ നിൽപ്പുണ്ട്. എന്നിട്ട് വേറെ കയറി പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ എന്നാൽ ചെയ്യുന്ന കയറിപ്പോയി. ഞങ്ങളിങ്ങനെ നോക്കി വന്നപ്പം വന്നപ്പോഴത്തേന് ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ 100 രൂപ കൊടുത്ത്, ഞാൻ 100 രൂപ കൊടുത്തോണ്ട് ഞങ്ങൾ പ്രീമിയം ഭക്തന്മാരൊക്കെയാണെന്ന് പറഞ്ഞ് കയറി അങ്ങ് പോയതാണ്. പക്ഷേ ഒരു ഇടയ്ക്ക് നിർത്തി. എന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് ഒരു ക്യൂ കാണിച്ചു. ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഫ്രീ എൻട്രി, പ്രീമിയം എൻട്രി അല്ലേ, ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് പിടിച്ച് പ്രീമിയം, ഞങ്ങളുടെ പ്രീമിയം ഭക്തന്മാരടക്കിയാന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനാണ് ഒരു വലിയ ലൈനാണ്. മീൻസ് ഒരു 4 അമ്പലം ഇങ്ങനെ ചുറ്റും നിൽക്കുന്നൊരു വലിയ ലൈൻ. അവന്മാർ ഫ്രീ ആയിട്ട് ഭക്തന്മാരാക്കിയ ഫ്രീ ഭക്തന്മാർ, ഞങ്ങൾ പ്രീമിയം ഭക്തന്മാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുച്ഛിച്ച് വന്നപ്പോഴത്തേനാണ് അവർ പറഞ്ഞത് നിങ്ങൾ ആ ലൈനിലുള്ളതാണ്, അതും പ്രീമിയം ഭക്തന്മാരാണ്, അങ്ങനെ അതും 100 രൂപയുടെ ലൈനാണെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ കുറഞ്ഞ് ചുറ്റി അത് നിന്നിട്ട് ഒരു 1.5 മണിക്കൂർ ആ ലൈൻ നിന്നിട്ടാണ് തൊഴുതത്. എൻ്റെ പൊന്നോ തിരക്കാണ്. അപ്പോഴത്തേക്ക് ഫ്രീ എൻട്രിക്ക് എത്ര രൂപ, മീൻസ് ഫ്രീ എൻട്രിക്ക് എത്ര നേരം എടുക്കുമെന്ന് ആലോചിക്കുക. 100 രൂപയ്ക്ക് എത്ര നേരം എടുക്കുമെങ്കിൽ എന്തായാലും ഫോട്ടോയും കാര്യം എടുക്കാൻ പറ്റാത്തത് അതിൻ്റെ ഒരു വിഷ്വലും എൻ്റെ കയ്യിലില്ല. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.